ഈവൻ മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ലുലു മാളിന് അടുത്ത് പൂണേക്കരയിൽ LBS റോഡിലാണ്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളെ നമ്പർ ഞങ്ങളിത് ആഡ് ചെയ്തേക്കാം. ഇവിടെ പാജിയുടെ എഞ്ചിൻ വെച്ചിട്ട് 599 cc ഫുൾ സെൻസർ ഇറങ്ങിയിട്ടുണ്ടാവുന്നില്ല. അത് പയ്യനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്ലാസിക് BS4 എഞ്ചിൻ വെച്ച് ഇറങ്ങിയത്. അപ്പോൾ അതൊന്നും നിർത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ജോൺസൺ ഈ വർക്ക്ഷോപ്പിൽ പലവിധ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫർ എന്താണെന്ന് നമുക്ക് ജോൺസനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ മൈലേജ് എത്ര കിട്ടും? 30 കിലോമീറ്റർ കിട്ടും അല്ലേ? പിന്നെ ഇവിടെ ഓയിൽ ചേഞ്ചിനാണ് വന്നേക്കണ അല്ലേ? ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ 5 മാസങ്ങൾക്ക് മുമ്പ് ഈ വർക്ക്ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൻ്റെ പേര് V1 മോട്ടോഴ്സ്. അപ്പോൾ എൻ്റെ പല സബ്സ്ക്രൈബേഴ്സായ സുഹൃത്തുക്കളും എന്നോട് ഫോണിലൂടെ വിളിച്ച് ചോദിച്ചിരുന്നു പുതിയ ഓട്ടോറിക്ഷ, അതായത് BS6 ഫുൾ സെൻസർ ആപ്പെ ഓട്ടോറിക്ഷയും അതുപോലെ ന്യൂജൻ ഓട്ടോകളൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ടോ മുനീർക്ക എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറേയും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് പണികൾ ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ വർക്ക്ഷോപ്പ് V1 മോട്ടോഴ്സ്. 5 മാസം മുമ്പ് ഇതിൻ്റെ ഇനോഗ്രേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഓട്ടോക്കാരൻ എന്ന ചാനലിൽ പോയി വീഡിയോ കാണാവുന്നതാണ്. എല്ലാവിധ CNG, ഡീസൽ, BS4, BS6 ഓട്ടോകളുടെ സ്പെയർ പാർട്സുകളും ഇവിടെ ലഭ്യമാണ്. ആപ്പയുടെ BS6 599 cc ആണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഓട്ടോ ഓടിക്കുന്ന ആളിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ ഈ ഓട്ടോയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ച് അറിയുകയും ചെയ്യാം. RC ഓണർ സെക്രിയ അല്ലേ? സെക്രിയ എന്ന പേര്. ചേട്ടാ എങ്ങനെയുണ്ട് ഓട്ടോ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതൊരു വല്ല തലവേന കേസുകളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം എല്ലാവരും പറയുന്നത് BS6 ഫുൾ സെൻസർ എടുത്താൽ തലവേനയാണ് അതാണെന്നൊക്കെ പറഞ്ഞു. എത്ര നാളായി എടുത്തിട്ട്? ഒരു കൊല്ലമായി അല്ലേ? ഇപ്പം എത്ര കിലോമീറ്റർ ആയി? 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം എന്ത് വർക്കിന് വന്നേക്കണ? ഏത് ഓയിൽ സർവീസ്? അപ്പോൾ ഓയിൽ സർവീസിന് വന്നേക്കണ അല്ലേ? ഓക്കെ. ചേട്ടാ ഈ വണ്ടി എടുത്തിട്ട് പൂർണ്ണ ഹാപ്പി അല്ലേ? അതല്ലേ? അതെ അല്ലേ? ഈ വർക്ക്ഷോപ്പിലാണോ പണിയാണ് സ്ഥിരം? അതെ അല്ലേ? മൈലേജ് എത്ര കിട്ടും? 30 കിലോമീറ്റർ കിട്ടും അല്ലേ? പിന്നെ ഇവിടെ ഓയിൽ ചേഞ്ചിനാണ് വന്നേക്കണ അല്ലേ? ഓക്കെ, താങ്ക് യു. എന്നാ ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബായിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബായി ഐഡിയൽ മോട്ടോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഡിയൽ മോട്ടോഴ്സ് അറിയാലോ, എൻ്റെ സർവീസ് സെൻറ്റർ ആലുവയിൽ ഐഡിയൽ മോട്ടോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബായ് നാം ക്യാ ഹേ? സലാമുദ്ദീൻ. ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ BS6 ഓട്ടോയുടെ. ഇതാണ് ജോൺസൺ V1 വർക്ക്ഷോപ്പിന്റെ ഓണർ അല്ലേ? ഓണറും ആൻഡ് ഓൾ ഇൻ ഓള് എല്ലാ പരിപാടിയിലും ഉണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും ഉണ്ട്. ജോൺസൺ എനിക്ക് ഇവിടെ തൊട്ട് പറയാം, SML തൊട്ട് എനിക്ക് പരിചയമുള്ളതാണ്. SML ഓൾ ഇൻ ഓളായിരുന്നു, സർവീസ് മാനിലെ ഓൾ ഇൻ ഓളാണ്. ഐഡിയൽ മോട്ടോഴ്സിലും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ BS6 599 cc ഫുൾ സെൻസർ അല്ലേ? അതിന്റെ എല്ലാ വർക്കുകളും അരച്ച് കലക്കി കുടിക്കുകയാണ് അല്ലേ? എല്ലാ പരിപാടി അതിനെ പറ്റിയ മെക്കാനിക്കും. അതുകൊണ്ട് തന്നെ BS6 വണ്ടി നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ പണിതെടുക്കുന്നത്. പൊതുവെ ഒരു അഭിപ്രായമുണ്ട് BS6 ഫുൾ സെൻസർ 599 cc പണിയാൻ ആളില്ല എന്നുള്ളത്. അതായത് പുറത്ത് പണിയാൻ ആളില്ല എന്നുള്ളത്. അത് തീർത്തുകൊണ്ട് ജോൺസൺ ഇടപ്പള്ളി പോണേക്കരയിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ജോൺസന് എന്താ പറയാനുള്ളത്? 3 വീലർ ഒരു സെക്ഷനിൽ ഞാൻ ഒരു 13 കൊല്ലത്തോളം SML മോട്ടോഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു സർവീസിൽ. അത് കഴിഞ്ഞൊരു 2-2.5 കൊല്ലം ഐഡിയൽ മോട്ടോഴ്സിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ SML മോട്ടോഴ്സിൽ BS4 വണ്ടികളായിരുന്നു ലാസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് BS4 CNG വാട്ടർ കൂളർ, എയർ കൂളർ വണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ഐഡിയൽ മോട്ടോഴ്സിലേക്ക് വന്നപ്പോൾ നമുക്ക് BS6 വണ്ടികളാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ എല്ലാം കൈകാര്യം ചെയ്തത് BS6 മോഡൽ ഡീസൽ വണ്ടികളും CNG വണ്ടികളും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ കഴിഞ്ഞ ജനുവരി 12 ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മുതൽ തന്നെ നമ്മൾ ഈ BS6 മോഡൽ ഡീസൽ വണ്ടികളും CNG 300cc CNG നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് പിയാജോന്റെ ഭാഗത്തുനിന്നും ഡീലറിന്റെ ഭാഗത്തുനിന്നൊക്കെ വളരെ കുറവാണ്. എന്നാലും ഞങ്ങൾ അതിന് എക്സ്പെർട്ടായ മെക്കാനിക്സ് നമുക്കുണ്ട്. കലാം മെക്കാനിക്, പിന്നെ എഡ്വിൻ, ഒരു BS6ഉം BS4ഉം CNG എല്ലാം പണിയുന്ന മെക്കാനിക്സ്. ഈ മെക്കാനിക്കുകളൊക്കെ ജോൺസന്റെ ഒപ്പം തന്നെയാണ് സർവീസ് സെന്റർ. അതായത് കലാം SML തുടങ്ങി എനിക്ക് പരിചയമുള്ള മെക്കാനിക്കാണ്. എഡ്വിനൊക്കെ ആണെങ്കിലും ഐഡിയൽ മോട്ടോഴ്സിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഐഡിയൽ മോട്ടോഴ്സിൽ ഞങ്ങൾ BS6 വണ്ടികളാണ് ഇവർ പണിതുകൊണ്ടിരുന്നത്. ആ BS6ന്റെ എല്ലാ വണ്ടികളുടെയും വർക്കുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു BS6 പണിയണ ഒരു വർക്ക്ഷോപ്പ് വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള മെക്കാനിക്ക് ഇവർ കമ്പനി ഫാക്ടറിയുടെ അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞ മെക്കാനിക്കുകളാണ്. അപ്പോൾ BS6 വണ്ടികൾ ഞങ്ങളിവിടെ പണിയുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ നമ്മള് BS4 CNG, അതുൽ CNG, ബജാജ് CNG വണ്ടികളുടെ എല്ലാ പാർട്സും മെക്കാനിക്കൽ വർക്കും ഇവിടെ നമ്മൾ മെക്കാനിക്കൽ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആപ്പയുടെ ആദ്യം ഇറങ്ങിയ CNG ഓട്ടോ ഗ്രീവ്സിന്റെ എഞ്ചിൻ വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ വർക്ക് ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ അതിനും വർക്ക് അറിയാൻ പാടുള്ളത് നമ്മള് CNG വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയ BS4 വണ്ടികൾ അത് രണ്ട് ഫ്യൂവലാണ്. അപ്പൊ ഇതിന്റെ ട്യൂണിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BS4 വണ്ടികളുടെ CNGകളുടെ ഈ ട്യൂണിംഗ് ഇല്ലെങ്കിൽ, ട്യൂണിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ മൈലേജ് കുറയും, വണ്ടിക്ക് ഒരു ഉണ്ടാവില്ല, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതുമൂലം നമ്മുടെ കസ്റ്റമേഴ്സിന് ലാഭകരമായി ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ട്യൂൺ ചെയ്തായാലും മാത്രമേ, നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി പണിതാൽ അവർക്കൊരു ഈ കസ്റ്റമേഴ്സിന് ഗുണകരമാകുള്ളൂ. അപ്പം അതും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഈ BS4 വണ്ടികളുടെ എഞ്ചിൻ വർക്കുകളും അതുലും ബജാജ് എല്ലാ CNGകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ആപ്പയുടെ പാജിയുടെ എഞ്ചിൻ വെച്ചിട്ട് 599cc ഫുൾ സെൻസർ ഇറങ്ങിയിട്ടുണ്ടാവുന്നില്ല. അത് പയ്യനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ക്ലാസിക് BS4 എഞ്ചിൻ വെച്ച് ഇറങ്ങിയത്. അപ്പൊ അതും നിർത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, ഇപ്പൊ BS4 എഞ്ചിൻ വെച്ച് ഇറങ്ങിയ ക്ലാസിക് ഇപ്പൊ കമ്പനി നിർത്തി. അത് ശരിക്കും പറഞ്ഞ എയറയുടെ സാങ്ഷൻ 7 സെൻസറുള്ള വണ്ടി തന്നെയാണ്, ആദ്യം ഇറങ്ങിയ വണ്ടി തന്നെയാണ്. അപ്പൊ ഇനി വരുന്നത് ആ വണ്ടി ആയിരിക്കും എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. ഫുൾ സെൻസർ അതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടി പോലെ തന്നെ എഞ്ചിനൊക്കെ പണിയാം. മറ്റേ 550cc 7 സെൻസറുള്ള വണ്ടി പോലെയല്ല. അത് അതിന് റേഡിയേറ്റർ ഇല്ല. അപ്പോൾ റേഡിയേറ്ററിന് പകരം അവരൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ട് ആണ് എഞ്ചിൻ തണുപ്പിക്കാനുള്ള സംവിധാനം ക്ലാസിക്കിലുള്ളത്. അത് എയറയുടെ ഇത് BS6 നോംസിന് എതിരാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ വണ്ടി നിർത്തേണ്ടി വന്നത്. തിരിച്ച് പഴയ വണ്ടി തന്നെ വരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ അതാണ് BS6 ആദ്യം ഇറങ്ങിയ വണ്ടികൾ നല്ല കാറ് പോണ പോലെ നല്ല സ്മൂത്തായിട്ട് നല്ല 30 മൈലേജും ഉള്ള നല്ല വണ്ടികളാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് ഏത് വർക്ക്ഷോപ്പിൽ ചെന്ന് നോക്കിയാലും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കയറ്റി ചെയ്തേക്കണായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. 599cc വലിയ കംപ്ലൈൻറ്റുകളില്ല. അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ വണ്ടികളെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഓടേണ്ടത്. ഓയിൽ ചേഞ്ച് മാത്രം കേട്ടൊക്കെ വണ്ടി വർക്ക്ഷോപ്പിൽ വരാറ്. ഫസ്റ്റ് ടൈം ഇറങ്ങിയ വണ്ടി കുറച്ച് ഇഷ്യൂസ് ഒക്കെ കേട്ടാ. ആദ്യം ഫസ്റ്റ് ആ BS6 മോഡൽ ഇറങ്ങിയ സമയത്ത് ഒരു ബാലാരിഷ്ടത എന്നൊക്കെ പറയുന്നത് വണ്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്പീഡോമീറ്റർ പൊട്ടിപ്പോയി, പിന്നെ എഞ്ചിൻ ബ്രാക്കറ്റ് ഒടിഞ്ഞു പോലെ, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് ഒരു 30 അപ്ഡേഷൻ കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ട് പക്കയായിട്ട് തന്നെ ഇപ്പൊ ഇറങ്ങിയ വണ്ടി. ലാസ്റ്റ് ഇറങ്ങിയ 99cc എഞ്ചിന് യാതൊരു കംപ്ലൈന്റ് ആൾക്കാർ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല അല്ലേ? ഇപ്പൊ നമ്മൾ ചോദിച്ച പുള്ളിക്കും വലിയ കംപ്ലൈന്റും ഇല്ല. ഇവിടെ സ്ഥിരം ഞങ്ങൾക്ക് ഇവിടെ വരുന്ന കസ്റ്റമറാണ്. പുള്ളിക്ക് വേറെ വലിയ കംപ്ലൈന്റുകളൊന്നുമില്ല. സെൻസറിന്റെ കംപ്ലൈന്റ് ഇല്ല. ഓയിൽ ചേഞ്ച് മാത്രം ചെയ്തുകൊണ്ട് പോകണം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ജോൺസൺ ഈ വർക്ക്ഷോപ്പിൽ പലവിധ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫർ എന്താണെന്ന് നമുക്ക് ജോൺസനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ജോൺസൺ, എന്തൊക്കെയാണ് ഓഫറുകൾ? V1 മോട്ടോഴ്സിലേക്ക് എല്ലാ 3 വീലർ കസ്റ്റമർ CNG ആപ്പയാണെങ്കിലും CNG ഡീസലാണെങ്കിലും CNG അതുലാണെങ്കിലും ബജാജ് ആണെങ്കിലും ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്സുകളും ഞങ്ങൾക്ക് സ്പെയർ പാർട്സിൻ്റെ ഷോപ്പുണ്ട് കൂടെ. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി അറിയാം. വരുമാനം കുറവാണ് കസ്റ്റമറിന്. അപ്പോൾ അതനുസരിച്ച് ലേബറിൽ ഞങ്ങൾ വളരെ താഴ്ന്ന ലേബർ
കുറഞ്ഞ ലേബറിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൺസൂൺ പ്രമാണിച്ചെന്ന് മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വണ്ടികളുടെ എൻജിൻ വർക്കുകൾക്ക് 2500 രൂപ മാത്രമാണ് ഞങ്ങൾ ലേബർ ചാർജ് ഈടാക്കുന്നത്. അത് ജൂൺ 1 തുടങ്ങി ഞങ്ങൾ ജൂലൈ 15 വരെയാണ് ആ ഓഫർ ഉള്ളത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് പണിയുന്നതിനും ഞങ്ങൾ 1600 രൂപയാണ് ലേബർ ചാർജ്. BP കിറ്റ് പണിയുന്നതിന് 1700 രൂപയാണ് ലേബർ ചാർജ്. അപ്പോൾ വിവിധ അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ഒരു സഹായകരമായ രീതിയിലുള്ള ലേബർ ചാർജാണ് ഞങ്ങൾ ഈ V1 മോട്ടോഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. V1 മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ലുലു മാളിന് അടുത്ത് പോണേക്കരയിൽ LBS റോഡിലാണ്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളെ നമ്പർ ഞങ്ങളിത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് വരികയാണെങ്കിലും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് വരികയും അവരെ ഊട്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇത് തിരുവുള്ളിലേക്ക് കയറിയ ഒരു വർക്ക്ഷോപ്പാണ്. LBS റോഡാണ്. ഏത് സ്ഥലത്തുനിന്ന് ഇപ്പോൾ പോണേക്കരയിൽ നിന്ന് വരികയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്നാണെങ്കിലും വരാപ്പുഴയിൽ നിന്നാണെങ്കിലും എറണാകുളത്തു നിന്നാണെങ്കിലും നമുക്ക് വരാനായിട്ട് എളുപ്പമാണ്. എല്ലാ ഭാഗത്തുനിന്നും ധാരാളം ഓട്ടോറിക്ഷകൾ ഇവിടെ അമൃത ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നതാണ്. അപ്പം LBS റോഡ് ചുറ്റുപാട് കര ഗ്രീൻ ഫ്ലവർ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെയും ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക്. ആപ്പയുടെ ആദ്യത്തെ CNG ഓട്ടോ 2018 മോഡൽ എയർ കൂൾഡ് എൻജിൻ. അതിൻ്റെ എൻജിൻ വർക്ക് നടത്തുവാൻ വേണ്ടി എൻജിനൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കലാമ്. ഫുൾ വർക്കാണല്ലേ എൻജിൻ ഫുൾ വർക്ക് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഓട്ടോറിക്ഷ 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓണറായിട്ട് ഇവിടെ ഇരിക്കുന്നത് പേരെന്താണ്? അലക്സ്. 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുണ്ട് അല്ലേ? ചേട്ടൻ്റെ പേരാ? ഷാജു. ഏതാ വണ്ടി? ഏതാ? ആൽഫ. പുതിയ മോഡലാണോ? 2012 അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് പൊതുവെ? കുഴപ്പമൊന്നുമില്ല. 2012 പിന്നെ BS4 ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല. അല്ല, BS6നും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് പേടിയാണ് സംഭവം. ഷോപ്പിന്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആപ്പയുടെ പഴയ മോഡൽ അല്ലേ? CNG ഓട്ടോ, എയർ കൂളർ. അതുപോലെ തന്നെ ഇവിടെ ഒരു അതുലിന്റെ ഓട്ടോ എടുപ്പുണ്ട് കേട്ടോ. എൻജിൻ വർക്കായിട്ടാണ് അല്ലേ? എൻജിൻ വർക്കല്ലേ? ഇതും എൻജിൻ വർക്കാണ്. ഫുൾ എൻജിൻ വർക്ക്. അതുപോലെ ഇവിടെ ഒരു അതുലിന്റെ ഓട്ടോ എടുപ്പുണ്ട് കേട്ടോ. ഇത് എൻജിൻ വർക്കാണ്. ഇത് ആക്സിഡന്റ് അല്ലേ? അതല്ലേ, ആക്സിഡന്റ് വർക്കും ചെയ്യൂട്ടെ ഇവിടെ. ഇതൊക്കെയാണ് V1 മോട്ടോഴ്സിൻ്റെ പ്രത്യേകത. ഈ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കൊടുക്കാം അല്ലേ? ജോൺസൺ വേറെ എന്തെങ്കിലും പറയണ്ട? ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങൾ ഈ ആക്സിഡന്റ് വർക്കുകൾ ക്ലെയിം ചെയ്ത് പാച്ച് വർക്കും പെയിന്റിങ്ങും അടക്കം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലേ, ആക്സിഡന്റ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലേ? അതുപോലെ ബ്രേക്ക് ഡൗൺ സർവീസ് ഉണ്ട്. ബ്രേക്ക് ഡൗൺ സർവീസും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.